സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരാണോ നിങ്ങൾ? ഒന്നുകൊണ്ടും മടിച്ചു നിൽക്കാതെ ഫ്രീ ആയി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുവാൻ പറ്റിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. First one is have. Again, I'm telling I, you, ദേവിയുടെ കൂടെ have ആണ് ഉപയോഗിക്കുന്നത്. Okay. First one, I have a new bag. I have a new bag. എനിക്കൊരു പുതിയ ബാഗ് ഉണ്ട്. We have a meeting. We have a meeting. ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ട്. അവിടെ ശ്രദ്ധിക്കുക, അതൊക്കെ പ്രസന്റ് ടെൻസിലാണ്. ഇപ്പൊ ഉള്ള കാര്യം പറയാണ്. അതാണ് ഹാവ് അവിടെ വന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ, യു ഹാവ് എ നൈസ് സ്മൈൽ. യു ഹാവ് എ നൈസ് സ്മൈൽ. നിങ്ങൾക്ക് നല്ലൊരു ചിരിയാണ്. നിങ്ങളുടെ നല്ലൊരു പുഞ്ചിരിയുണ്ട്. നെക്സ്റ്റ് വൺ, ദേ ഹാവ് ആൻ എക്സാം ടുഡേ. ദേ ഹാവ് ആൻ എക്സാം ടുഡേ. അവർക്ക് ഇന്ന് പരീക്ഷയുണ്ട്. ദ സ്റ്റുഡൻസ് ഹാവ് ടു സ്റ്റഡി ഹാർഡ് ഫോർ ദ എക്സാം. ദ സ്റ്റുഡൻസ് ഹാവ് ടു സ്റ്റഡി. സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പ്ലൂറലാണ്. ഒരുപാട് പേരുണ്ട് അല്ലെ? ഒരുപാട് കുട്ടികളാണ് സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ. അപ്പോൾ അവിടെ നമ്മൾ ഹാവ് ആണ് ഉപയോഗിക്കുക. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്കായി കഠിനമായി പഠിക്കണം. ഓക്കെ. ദ സ്റ്റുഡൻസ് ഹാവ് ടു സ്റ്റഡി ഹാർഡ് ഫോർ ദെയർ എക്സാം. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് വൺ ഇസ് ഹാസ്. ഹി, ഷീ, ഇറ്റ്, നെയിം, സിംഗുലർ തിങ്സ്. ഇതിന്റെ ഒക്കെ കൂടെയാണ് നമ്മൾ എന്ത് ഹാസ് ഉപയോഗിക്കുക. ഓക്കെ, ചെക്ക് ദ ഫസ്റ്റ് വൺ. ഹി ഹാസ് എ ബിഗ് ഹൗസ്. ഹി ഹാസ് എ ബിഗ് ഹൗസ്. അവനൊരു വലിയ വീടുണ്ട്. ദ സെക്കൻഡ് വൺ, ഷീ ഹാസ് ബ്യൂട്ടിഫുൾ ലോങ് ഹെയർ. അവൾക്ക് മനോഹരമായ നീണ്ട മുടിയുണ്ട്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഓൾ ഡേ. ദിവസം മുഴുവൻ മഴ പെയ്യുകയായിരുന്നു. ഇന്ന് മൊത്തം മഴയായിരുന്നു എന്ന് പറയാനാണത്. ബീൻ റെയിനിങ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഓൾ ഡേ. ഓക്കെ. നെക്സ്റ്റ് വൺ, ആലിയ ഹാസ് എ ബ്ലൂ കാർ. ആലിയ എന്ന് പറയുന്ന ഒരാളുടെ പേരാണ്. ആലിയ ഹാസ് എ ബ്ലൂ കാർ. ആലിയക്ക് ഒരു നീല കാറുണ്ട്. നെക്സ്റ്റ് വൺ, ദി ജിറാഫ് ഹാസ് എ ലോങ് നെക്ക്. ജിറാഫ്, ജിറാഫിനാ പറഞ്ഞത് അല്ലെ? ജിറാഫിന് നീളമുള്ള കഴുത്തുണ്ട്. ദ ലാസ്റ്റ് വൺ, ലെന ഹാസ് 2 കിഡ്സ്. ലെന എന്ന് പറയുന്നത് സിംഗിൾ ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അവിടെ ഹാസ് ആണ് ഉപയോഗിച്ചത്. ലെന ഹാസ് 2 കിഡ്സ്. ലെനക്ക് 2 കുട്ടികളുണ്ട്. ഓക്കെ. നെക്സ്റ്റ് വൺ ഇസ് ഹാഡ്. ഹി ഹാഡ് ടു ഗോ ഹോം. ഹി ഹാഡ് ടു ഗോ ഹോം. അയാൾക്ക് വീട്ടിലേക്ക് പോകേണ്ടി വന്നു. അത് പോയി കഴിഞ്ഞിട്ടുണ്ട് അയാൾ. അത് വേറൊരാളോട് നമ്മൾ പറയാണ്. അതാണ് ഹി ഹാഡ് ടു ഗോ ഹോം എന്ന് പറഞ്ഞത്. പോയി കഴിഞ്ഞത് പറയാൻ അവിടെ ഹാഡ് ഉപയോഗിച്ചത്. ചെക്ക് ദ നെക്സ്റ്റ് വൺ. ഐ ഹാഡ് എ മീറ്റിംഗ് യെസ്റ്റർഡേ. യെസ്റ്റർഡേ ഐ ഹാഡ് എ മീറ്റിംഗ്. ഓക്കെ, ഇന്നലെ ആയിരുന്നു മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഐ ഹാഡ് എ മീറ്റിംഗ്. ഐ ഹാവ് എ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇന്ന് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറയാൻ ഐ ഹാവ് ഉപയോഗിക്കുക. ഐ ഹാഡ് എ മീറ്റിംഗ് യെസ്റ്റർഡേ. ഇന്നലത്തെ മീറ്റിംഗ് ആയതുകൊണ്ടാണ് ഐ ഹാഡ് ഉപയോഗിച്ചത്. ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്. ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്. നിങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചോ? നെക്സ്റ്റ് വൺ, ഹി ഹാഡ് ആസ്ഡ് ഹെർ ടു കം. ആസ്ഡ് പാസ്റ്റ് ആണ് അല്ലെ? ആസ്കിന്റെ V3 ഫോം ആണ് ആസ്ഡ്. പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പം എന്താണ് അവിടെ? ഹാഡ് ആണ്. അവൻ അവളോട് വരാൻ പറഞ്ഞിരുന്നു. നെക്സ്റ്റ് വൺ, ഐ ഹാഡ് എ കപ്പ് ഓഫ് കോഫി അറ്റ് ദ കോഫി ഷോപ്പ്. ഞാൻ കോഫി ഷോപ്പിൽ ഒരു കപ്പ് കാപ്പി കുടിച്ചു. ലാസ്റ്റ് വൺ, ഇഫ് ഐ ഹാഡ് ടൈം ഐ വുഡ് ടേക്ക് യു ഫോർ എ റൈഡ്. ഇഫ് ഐ ഹാഡ് ടൈം ഐ വുഡ് ടേക്ക് യു ഫോർ എ റൈഡ്. എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളൊരു റൈഡിന് കൊണ്ടുപോയിരുന്നു. ഓക്കെ, ക്ലിയർ? ഈ ഒരു മെത്തേഡിലായിരിക്കും നമ്മളെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.